Hi, good morning. Nandaswarup. Nandaswarup. എന്തോ Good morning. മണി Anulal. യെസ് സാർ. ഒന്നുമില്ല, വെറുതെ വിളിച്ചു നോക്കി. Lena, good morning. Good morning, sir. Ashik. Ashik KV. Good morning, sir. Farzan, good morning. Farzan. എന്താണ് ഫർസാനെ, മൈക്കിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? ഫർസാൻ. ശരി. ഷഹബാസ്. ഷഹബാസ്. മുഹമ്മദ് ഷഹബാസ്. Yes, sir. Good morning. Good morning. ഇവിടെ 29 ആളായല്ലേ? ഫർസാൻ എന്താ പ്രശ്നം? ഫർസാൻ വല്ല നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? ഇടയ്ക്ക് ലെഫ്റ്റ് ആവുന്നു കയറുന്നു. Okay. So, in our previous classes, we were talking about production of ultrasonic. ഇങ്ങനെ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്? അൾട്രാസോണിക് വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അർത്ഥമാക്കിയത്? ഹൗ ക്യാൻ വി ഐഡന്റിഫൈ അൾട്രാസോണിക് വേവ്? സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്? അൾട്രാസോണിക് വേവ് എന്നാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ആരോ പറയും. യാദിഷ്, എന്താ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞു? യാദിഷ്. അത് 20 കിലോ ഹേർട്സിന് മുകളിലുള്ള ഫ്രീക്വൻസി ഉള്ള 20 കിലോ ഹെർട്സ് ഫ്രീക്വൻസി, അതിനേക്കാൾ ഫ്രീക്വൻസി ഉള്ള എന്തിനെയാണ് അൾട്രാസോണിക് വേവ്സ്? വേവ്സ്. എന്ത് വേവ്സ്? അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിക്കും അതിനെ. അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് എന്താ? വിച്ച് വേവ്സ്? അത് ഏത് തരം വേവ്സ് ആണ്? 20 കിലോ ഹെർട്സിന് മുകളിലുള്ള എന്ത് വേവ്? ലൈറ്റ് വേവ് ആണോ? സൗണ്ട് വേവ്സ്. Yeah, that's it. Acoustic waves and sound waves which have a frequency higher than 20 kilohertz are called ultrasonic waves. So, ultrasonic waves in a general properties ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്. നമുക്ക് എങ്ങനെ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? സോ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അക്കോസ്റ്റിക് വേവ്സ് തന്നെയാണ്. അതായത് ഒരു എയറിൽ കൂടിയാണ് ഈ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടി അല്ലെങ്കിൽ എയറിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ബൈ ക്രിയേറ്റിംഗ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഉദാഹരണത്തിന്, ഇഫ് ദ സൗണ്ട് വേവ്സ് ആർ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എയർ, അത് എയർ എന്ന മീഡിയത്തിൽ കൂടിയാണ് സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
എയറിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും വിത്ത് സം ഫ്രീക്വൻസി. ഈ വൈബ്രേഷൻസ് ആണ് ഈ മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു സോഴ്സിൽ നിന്ന് ഒരു ലിസണറിലേക്ക് എത്തുന്നത്. അതായത് ഉദാഹരണത്തിന് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഫ്രം മൈ മൗത്ത് അല്ലെങ്കിൽ എൻ്റെ വോക്കൽ കോഡിൽ നിന്ന് നിങ്ങളുടെ ചെവിയിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എന്താ, ഈ എയർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻസ് ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അതായത് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അല്ലെങ്കിൽ ദിസ് പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം, അല്ലെങ്കിൽ if medium is air, then the air particles or the air molecules is vibrating in the direction of propagation of wave. വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്കായിരിക്കും പാർട്ടിക്കിൾസും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ മീഡിയത്തിൽ സം റെയർ ഫ്രാക്ഷൻ ആൻഡ് കംപ്രഷൻ റീജിയൻസ്, അതായത് ഡെൻസിറ്റി കൂടിയും കുറഞ്ഞുമുള്ള റീജിയൻസ് വരും. അത് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ മനസ്സിലാവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ഇൻഫാക്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് സൗണ്ട് വേവ്സ്, നമുക്ക് സൗണ്ട് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് അക്കൗസ്റ്റിക് വേവ്സ്, എന്താ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, വി ക്യാൻ പ്രൊഡ്യൂസ് വൈബ്രേഷൻസ് ഇൻ ദിസ് എയർ പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നത് എങ്ങനെയാണ്, മൈ വോക്കൽ കോഡ് അല്ലെങ്കിൽ എൻ്റെ മൗത്തിൽ നിന്നുള്ള air particles vibrate ചെയ്യുന്നു. That vibration is propagating throughout this entire space. So create some vibrations in medium. മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് സൗണ്ട്. സോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് സൗണ്ട്, അതാണ് സൗണ്ട് എന്ന് പറയുന്നത്. സോ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അൾട്രാസോണിക് വേവ്സ് ആർ സൗണ്ട് വേവ്സ് ഓർ അക്കൗസ്റ്റിക് വേവ്സ് വിച്ച് ഹാവ് എ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 കിലോഹെർട്സ്. 20 കിലോഹെർട്സിനേക്കാൾ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സിനാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിച്ചത്. സോ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സോ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ് then we want to create or we want to start vibrations in particles of medium with a frequency greater than 20 kilohertz. അതായത് നമ്മൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസിനെ എത്ര ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം, 20 കിലോഹെർട്സിൽ. ദാറ്റ് മീൻസ് ഇൻ 1 second the particles in medium should vibrate some 20,000 times. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ സെക്കൻഡ്. സോ 20 കിലോഹെർട്സ് ഉള്ള ഒരു സൗണ്ട് വേവ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്, അതിന്റെ അർത്ഥം എന്താ, ഈ മീഡിയത്തിൽ ഏത് മീഡിയത്തിൽ കൂടിയാണോ ഈ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഇൻ 1 second, ഒരു സെക്കൻഡിൽ 20,000 ടൈംസ് വൈബ്രേറ്റ് ചെയ്യണം. സോ അത്രയൊക്കെ ടൈം ആ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ കൺവെൻഷനലായി കണ്ടുവരുന്ന സൗണ്ട് പ്രൊഡ്യൂസിങ് എക്യുപ്മെന്റ്സ് വെച്ച് സാധിക്കില്ല. അതായത് ഈവൻ ഒരു സ്പീക്കർ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൗഡ് സ്പീക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് സൗണ്ട് വേവ്സ് ഓർ അക്കൗസ്റ്റിക് വേവ്സ് above frequency 20 kilohertz, we are using some അഡ്വാൻസ്ഡ് ഓസിലേറ്റേഴ്സ്. സോ ഈ മീഡിയത്തിൽ ഇത്രയും ഫ്രീക്വൻസിയുള്ള ഓസിലേഷൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നിക്സ് വേണം. അതിൻ്റെ ഒന്നാമത്തെ പ്രൊഡക്ഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്, മാഗ്നെറ്റോ സ്ട്രിക്ഷൻ മെത്തേഡ്. സോ ആ ഒരു മെത്തേഡിൽ ഒരു ഫെറോ മാഗ്നറ്റിക് റോഡ് എടുത്തു, അതിനൊരു അൾട്ടർനേറ്റിംഗ് ഡയറക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. സോ എന്ത് സംഭവിക്കും, അതിന്റെ ദർ വിൽ ബി എലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, ഒന്ന് കംപ്രസ് ചെയ്യും. ആൻഡ് ദിസ് ഞാൻ ഈ പറയുന്ന ഈ റിപ്പീറ്റേറ്റീവ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് എലോങ്ങേറ്റിംഗ്, ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ചെറുതാവും വലുതാവും. ഈ ഒരു പ്രോസസ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ, ഇറ്റ് വിൽ ബി സം 20 kilohertz അല്ലെങ്കിൽ 20,000 ടൈംസ് ഒരു സെക്കൻഡിൽ ഇത് സംഭവിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ ദെൻ, ദ സറൗണ്ടിങ് എയർ പാർട്ടിക്കിൾസ്. സോ അത് ഏത് മീഡിയത്തിൽ വെച്ചാണോ ഈ പ്രോസസ്സ് നടക്കുന്നത്, സോ അതിന് ചുറ്റുമുള്ള എയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഇതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ഫ്രം ദാറ്റ് എൻഡ് ഓഫ് ഫെറോമാഗ്നറ്റിക് റോഡ്. സോ ആ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ റെസോണന്റ് ഫ്രീക്വൻസിയിൽ നിന്ന് റെസോണന്റ് ഫ്രീക്വൻസി അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. And that is one method, and that oscillator was called Piezoelectric Oscillator. So അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓൾറെഡി നമ്മൾ പഠിച്ചു, അതിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തു. Now second method was
നമ്മൾ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡാണ് പീസോ ഇലക്ട്രിക് മെത്തേഡ്. വാട്ട് യു മീൻ ബൈ പീസോ ഇലക്ട്രിക് മെത്തേഡ് ഓർ വാട്ട് ഈസ് പീസോ ഇലക്ട്രിക് എഫക്ട്? പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, if we apply some potential difference, ഉദാഹരണത്തിന് we have a crystal, assume that we have a crystal, assume that this is a quartz crystal, assume this is a quartz crystal, then if we apply some magnetic field, if we apply some electric field അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാണ്, അതായത് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു, ഇതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ ഈ ഒരു ആക്സിസിൽ കാണിച്ചിരിക്കുന്ന ആക്സിസിൽ എന്ത് ചെയ്തു, ഐ എം അപ്ലൈയിങ് എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, then what will happen? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു വരുന്നത് കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ അപ്ലൈ സം സ്ട്രെസ് ഓർ ഫോഴ്സ് ഓൺ ദിസ് ക്രിസ്റ്റൽ, അതായത് ഞാൻ ഈ ക്രിസ്റ്റലിൽ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതായത് ഈ കാണിച്ച ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസസ്, ഈ ക്രിസ്റ്റലിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസസിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇനീഷ്യലി ദാറ്റ് ഈസ് കംപ്രഷൻ. ഇനീഷ്യലി ഇത് കംപ്രസ് ചെയ്യാണ്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇൻവേർട്ട് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് പിടിച്ചിട്ട് ഇതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ് in a piezoelectric crystal if I am trying to apply some force? ഞാൻ ഒരു ഫോഴ്സ്, ഒരു ഇൻവേർട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇതൊരു ഈ ക്രിസ്റ്റൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആക്സിസ് മെക്കാനിക്കൽ ആക്സിസ് എന്ന് വിളിക്കാം. ദെൻ ത്രൂ എ പെർപെൻഡിക്കുലർ ആക്സിസ്, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൽ there will develop an electric potential. അതായത് ഞാനിവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് പെർപെൻഡിക്കുലർ ആക്സിസിൽ വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ മെഷർ എ വോൾട്ടേജ്. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയലിനെ കംപ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഓർ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, ഏത് ആക്സിസിലാണോ ഈ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തത് അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ ഒരു വോൾട്ടേജ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കറണ്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് എഫക്ട് ഈസ് കോൾഡ് പീസോ ഇലക്ട്രിക് എഫക്ട്. ഇനി ഞാനിത് കംപ്രസ് ചെയ്യല, ഞാനിത് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതായത് ഫോഴ്സ് പുറത്തേക്കാണ് കൊടുക്കുന്നത്. ഇഫ് ഐ ആം ട്രൈങ് ടു ഇലോങ്ങേറ്റ് വിത്ത് ക്രിസ്റ്റൽ, ഈ ക്രിസ്റ്റൽ കുറച്ചും കൂടി വലിച്ചു വലുതാക്കാൻ, പച്ച മലയാളത്തിൽ പറയാൻ അങ്ങനെ പറയേണ്ടി വരും. സോ ഇഫ് ഐ ആം അപ്ലൈങ് ഫോഴ്സ് ഇൻ ഡയറക്ഷൻ, ഔട്ട്വേർഡ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇഫ് ഐ ആം ട്രൈങ് ടു ഇലോങ്ങേറ്റ് ദിസ് ക്രിസ്റ്റൽ, എഗെയിൻ ഐ എം മെഷറിങ്, വീണ്ടും ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ ഐ ക്യാൻ മെഷർ എ കറന്റ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഐ ക്യാൻ മെഷർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷെ എങ്ങനെയാണ്? ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊളാരിറ്റി ചേഞ്ച്ഡ് ആയിരിക്കും. സോ വാട്ട് യു മീൻ ബൈ പീസോഇലക്ട്രിക് എഫക്ട്? അതാണ് ബേസിക്. പീസോഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? പീസോഇലക്ട്രിക് എഫക്ട് മീൻസ് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എടുക്കുക, അല്ലെങ്കിൽ ഈ എഫക്ട് കാണിക്കുന്ന ഒരു ക്രിസ്റ്റൽ എടുക്കുക. ക്വാർട്സ് ഈസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്വാർട്സ് ക്രിസ്റ്റലിന്. ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ എടുത്തിട്ട് അതിന് ഏതെങ്കിലും ഒരു ആക്സിസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഉദാഹരണത്തിന് അത് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ആക്സിസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ നമുക്കൊരു കറണ്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. ഇനിയല്ല, ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഇലോങ്ങേറ്റ്, കംപ്രഷൻ അല്ല, ഇലോങ്ങേറ്റ് ചെയ്യാനാണ്, ക്രിസ്റ്റലിനെ ഇലോങ്ങേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ then we can measure a voltage with polarity changed. Polarity, അതായത് നേരത്തെ പ്ലസ് മൈനസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് ആൻഡ് മൈനസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയി. സോ ദാറ്റ് ഇസ് ഡിഫറൻസ്. ഓർ കറണ്ട് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ നമ്മളൊരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിനെ ഡീഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡീഫോം ചെയ്തു കഴിഞ്ഞാൽ, അത് കംപ്രഷൻ ആയിക്കോട്ടെ ഇലോങ്ങേഷൻ ആയിക്കോട്ടെ, ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും based on the direction of this deformation or stress. ഇതിനാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ് ഓർ ജസ്റ്റ് കൺവേഴ്സ് എന്ന വാക്ക് ഇമ്പോർട്ടൻറ്റ്. ദ കൺവേഴ്സ് ഓഫ് ദിസ് പീസോ ഇലക്ട്രിക് എഫക്ട് ഈസ് കോൾഡ് or it is used in this piezoelectric oscillator. Piezoelectric oscillator അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ കൺവേഴ്സ് എഫക്റ്റ് ആണ്. എന്താ കൺവേഴ്സ് എഫക്ട്? വാട്ട് ഈസ് കൺവേഴ്സ് എഫക്ട്? നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്ത് ഒരു കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ജസ്റ്റ് തിങ്ക് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്താണ്? ഒരു കറണ്ട് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ആക്സിസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കറണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
അതിന് പെർപെൻഡിക്കുലർ ആക്സിസിൽ എന്ത് സംഭവിക്കും? ഈ ക്രിസ്റ്റലിന് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ കറണ്ട് ഈ ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊളാരിറ്റി പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യും? പുറത്തേക്കായിരിക്കും സ്ട്രെസ്സിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് എന്ത് ചെയ്യും? ക്രിസ്റ്റല് സെൽഫ് സ്വയം ഇലോങ്ങേറ്റ് ചെയ്യും. ക്രിസ്റ്റലിന് സ്വന്തം സ്ട്രെസ് ഫീൽ ചെയ്യും ഡ്യൂ ടു ദിസ് അപ്ലൈ. ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് നമ്മൾ പൊട്ടൻഷ്യൽ ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് ഒരു പൊളാരിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആക്സിസിൽ അതിന് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ പൊട്ടൻഷ്യൽ, ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസിൽ എന്ത് ഫീൽ ചെയ്യും? ഇറ്റ് വിൽ ഫീൽ എ ഫോഴ്സ്. ഔട്ട്വാർഡ് ഫോഴ്സ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും. ഇനി കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സ്ട്രെസ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് എന്ത് ചെയ്യും? സ്ട്രെസ് ഇൻവാർഡ് ആയിരിക്കും, ഫോഴ്സ് ഇൻവാർഡ് ആയിരിക്കും. സോ നമ്മുടെ ക്രിസ്റ്റലിന് എന്ത് ചെയ്യും? ക്രിസ്റ്റലിന് ഒരു ഇൻവാർഡ് ഫോഴ്സ് ഫീൽ ചെയ്യും, ക്രിസ്റ്റൽ സ്വയം കംപ്രസ് ചെയ്യും. സോ അതാണ് കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വാർട്സ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. സോ നമ്മൾ ഏത് ആക്സിസിലാണോ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തത്, അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ്, ഇലക്ട്രിക് ഫീൽഡ് കണക്ട് ചെയ്ത ആക്സിസിന് ഇലക്ട്രിക്കൽ ആക്സിസ് എന്നും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്സിസിനെ നമുക്ക് എന്ത് വിളിക്കാം? മെക്കാനിക്കൽ ആക്സിസ് എന്ന് വിളിക്കാം. അതിന്റെ മെക്കാനിക്കൽ ആക്സിസിൽ അതിനൊരു കംപ്രഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനൊരു എക്സ്പാൻഷൻ ഫീൽ ചെയ്യും. സോ ക്രിസ്റ്റൽ സ്വയം കംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ സൈസ് കുറയ്ക്കും, സ്വയം എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ സൈസ് കൂടും. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് വി ആർ അപ്ലൈയിങ് ആൻ ആൾട്ടർനേറ്റ് കറണ്ട്, പൊളാരിറ്റി ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് പൊളാരിറ്റി ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഒരു ചെറിയ ടൈം ഇന്റർവൽ കഴിയുമ്പോൾ പൊളാരിറ്റി പ്ലസ് ആൻഡ് മൈനസ് മാറും, അല്ലെങ്കിൽ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്ത പോലെയാണ് ആൾട്ടർനേറ്റീവ് കറണ്ട് കൊടുക്കുമ്പോൾ. സോ ക്രിസ്റ്റലിന് ഒരു ഡെഫിനറ്റ് ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ഫോഴ്സ്, സ്ട്രെസ് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, സ്ട്രെസ് ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ്. അതായത് ക്രിസ്റ്റൽ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. സോ ദിസ് വിൽ കണ്ടിന്യൂ ആസ് എ റിപ്പീറ്റേറ്റീവ് പ്രോസസ്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്രിസ്റ്റൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കംപ്രസ് ആൻഡ് ഇലോങ്ങേറ്റ്. സോ ഇതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് സം 1000 കിലോ ഹെർട്സ് ആണ്. സോറി, സം കിലോ ഹെർട്സ് ആണ്. അത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ കറണ്ട് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന ഫ്രീക്വൻസി സം കിലോ ഹെർട്സ് ആണെങ്കിൽ, സം 1000 ടൈംസ് എ സെക്കൻഡ് ആണെങ്കിൽ, ഈ ക്രിസ്റ്റലിന്റെ സൈസിലെ ഡിക്രീസ്, ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ, അതിനെ നമുക്കൊരു ഓസിലേഷൻ ആയിട്ട് കാണാൻ പറ്റും. അതായത് ക്രിസ്റ്റല് തുടരെ ലെങ്ത് ഡിക്രീസ് ചെയ്യും, കംപ്രഷൻ, ഇലോങ്ങേഷൻ, കംപ്രഷൻ ആൻഡ് ഇലോങ്ങേഷൻ. അല്ലെങ്കിൽ വി ക്യാൻ സേ ദിസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഈസ് ഇൻ ആൻ ഓസിലേഷൻ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഒരു ഓസിലേഷൻസിലാണെന്ന് പറയാൻ പറ്റും. സോ ഇഫ് ദാറ്റ് ഓസിലേഷൻ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഓസിലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ്, ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി 20 കിലോ ഹെർട്സിനേക്കാൾ അധികമാണെങ്കിൽ, അല്ലെങ്കിൽ വെൻ വി കമ്പയർ ടു സം 1000 കിലോ ഹെർട്സ് ആണെങ്കിൽ, ഈ ക്രിസ്റ്റലിന് ചുറ്റുമുള്ള മീഡിയം, ഇതിപ്പോ എയറിലാണെങ്കിൽ ഈ ക്രിസ്റ്റലിന് ചുറ്റുമുള്ള മീഡിയത്തിലെ എയർ പാർട്ടിക്കിൾസിനെയും ഇത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. സോ ആ എയർ പാർട്ടിക്കിൾസിന്റെ ഫ്രീക്വൻസിയും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? ഇറ്റ് വിൽ ബിക്കം ഓൾസോ 20 കിലോ ഹെർട്സ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയർ പാർട്ടിക്കിൾസ്, ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾസ് അതേ ഫ്രീക്വൻസി 20 കിലോ ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ, ഇഫ് ഇറ്റ് സ്റ്റാർട്ട് ടു വൈബ്രേറ്റ് in 20 kilo hertz, then we can say ultrasonic waves are produced. So this is the basic principle of a piezoelectric oscillator, അല്ലെങ്കിൽ piezoelectric effect ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ബേസിക് കൺസെപ്റ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആൻഡ് സർക്യൂട്ട്, ഇത് നിങ്ങൾ ഓൾറെഡി വരച്ചെടുത്ത സർക്യൂട്ട് ആണെന്ന് തോന്നുന്നു. Piezoelectric oscillator is used in order to produce അൾട്രാസോണിക് വേവ്സ്. സോ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. കുറച്ച് ഇൻഡക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അൾട്ടർനേറ്റീവ്, നമ്മൾ പറഞ്ഞല്ലോ അൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കണം, അതായത് പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ആക്സിസിൽ കൊടുക്കുന്ന പൊളാരിറ്റി ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഈ ഓസിലേഷൻസ് നടക്കുള്ളൂ, ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ. സോ ഇൻ ഓർഡർ ടു frequently change this polarity or the direction of electric field, we are using this oscillator. Generally we can call this a piezoelectric oscillator, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ we can call this a Hartley oscillator. Hartley oscillator. സോ നമ്മൾ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പഠിച്ചതുപോലെ തന്നെ പീസോഇലക്ട്രിക് ഓസിലേറ്റർ it also have a NPN ട്രാൻസിസ്റ്റർ. ഇതിനൊരു NPN ട്രാൻസിസ്റ്റർ ഉണ്ട്.
So NPN transistor, this is the base, this is the collector, and this is the emitter, and it also have a DC supply. And the negative is earth, negative part earth ചെയ്തിട്ടുണ്ട്. And here we have one inductor L2 and another inductor L1 and L2. So this is L2 and this is L1. അങ്ങനെ നോട്ട് ചെയ്താൽ മതി. And here we have a variable capacitor. ഇവിടെ നമുക്ക് here we have a capacitor, but it's a variable capacitor. നമുക്ക് അതിന്റെ capacitance മാറ്റാൻ പറ്റും. Here we have a variable capacitor. And this L2, sorry, L1 എന്ന ഇൻഡക്ടർ എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് ദിസ് ബിഗ് ഇൻഡക്ടർ L, അല്ലെങ്കിൽ L3 എന്ന ഇൻഡക്ടറുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഓൾസോ ദിസ് L2 is also coupled with this inductor L3. Then what happens? This key is closed. ഈ key close ചെയ്തു, അല്ലെങ്കിൽ ഈ key കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും? Initially, the capacitor will become fully charged. Initially, the capacitor fully charged out. After so, the capacitor stores the energy as electrical energy. Capacitor എന്ത് ചെയ്യും? ചാർജ് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്. ആഫ്റ്റർ ദാറ്റ് the current will flow to this inductor. കറണ്ട് ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. ഇൻഡക്ടറിൽ എങ്ങനെയാണ് കറണ്ട് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇൻഡക്ടർ stores energy in form of magnetic field. So ഇവിടെ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ദിസ് ഫ്ലോ ഓഫ് കറണ്ട്. സോ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ്, ഡെവലപ്പിംഗ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഈ കോയിലിന് കറസ്പോണ്ടിങ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരും. ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദിസ് ഇൻഡക്ടർ ഓൾസോ. സോ ഇതിന് കപ്പിൾഡ് ആയിട്ടുള്ള ഈ ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിലും ഈ ഒരു L1 എന്ന ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ചേഞ്ച് എഫക്ട് ചെയ്യും. അതിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈവൻ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ്, ദിസ് ഈസ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. സോ അതിന്റെ അർത്ഥം എന്താ? L3 എന്ന് പറയുന്ന ഇൻഡക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരും ഡ്യൂ ടു ദിസ് കപ്പിൾഡ്. ഇത് രണ്ടും കപ്പിൾഡ് ആയതുകൊണ്ട് there will be a change in magnetic flux associated with the inductor L3. So L3 എന്ന ഇൻഡക്ടറിന് അസോസിയേറ്റഡ് ആയ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻഡ്യൂസ് ആൻ EMF ഇൻ ദ സർക്യൂട്ട്. അതെന്ത് ചെയ്യും? ഈ സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഫാരഡേസ് ലോ ഓർമ്മയുണ്ടാവും. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം, ഇതൊരു ടാങ്ക് സർക്യൂട്ട് ആണ്. അതായത് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ LC സർക്യൂട്ട്. സോ കപ്പാസിറ്റർ ഫുള്ളി ചാർജഡ് ആയി കഴിയുമ്പോൾ ഇൻഡക്ടറിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയും ആൻഡ് എന്ത് ചെയ്യും? ഇൻഡക്ടറിന് കപ്പിൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഏതൊരു കോയിലിനും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദിസ് കോയിൽ L1 എന്ന് പറയുന്ന ഇൻഡക്ടർ അല്ലെങ്കിൽ കോയിലിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ്, ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഇൻക്രീസസ് ഡ്യൂ ടു ദിസ് ഫ്ലോ ഓഫ് കറണ്ട്. സോ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പം ആ ചേഞ്ച് എവിടെ റിഫ്ലക്ട് ചെയ്യും? It will reflect on the magnetic flux associated with L3. L3 എന്ന് പറയുന്ന ഇൻഡക്ടറിന് അസോസിയേറ്റഡ് ആയിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലും അത് ചേഞ്ച് വരുത്തും ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ടൻസ്. സോ ഈ L3 എന്ന് പറയുന്ന ഇൻഡക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് കോയിൽ, അതിന് അസോസിയേറ്റഡ് ആയിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ആൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് L3 ഈസ് ചേഞ്ച്. ആ ഒരു സർക്യൂട്ടിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ EMF ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ. അതാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഉദാഹരണത്തിന് EMF ഇൻഡ്യൂസ് ചെയ്തു. EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ there will be a current. ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഇനീഷ്യലി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഷോൺ as here, or the positive direction. സോ കറണ്ട് ഫ്ലോ ചെയ്യും. സോ നമുക്ക് പറയാം പൊളാരിറ്റി ഇതാണെന്ന് പറയാം. ഓക്കെ, സോ ഇനീഷ്യലി പൊളാരിറ്റി ഇതാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇതൊരു ടാങ്ക് സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഇതൊരു LC സർക്യൂട്ട് ആണ്. LC സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇത് കുറച്ച് കഴിയുമ്പം ഇതൊരു ബാക്ക് EMF, ഈ ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യും? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എനർജി സ്റ്റോർ ചെയ്ത് കഴിയുമ്പം ഇത് ഡിസ്ചാർജ് ചെയ്യും. സോ ദർ വിൽ ബി എ ബാക്ക് EMF ഡ്യൂ ടു സെൽഫ് ഇൻഡക്ടൻസ്. എ ബാക്ക് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. സോ എന്ത് ചെയ്യും? കപ്പാസിറ്റർ വീണ്ടും ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യും. ബട്ട് ഇൻ ദിസ് സൈക്കിൾ ദ സ്റ്റോർഡ് എനർജി ഈസ് ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി. EMFന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുമ്പം കറണ്ട്, അതായത് -d∅dt ആണ്. ഫ്രം ഫാരഡേസ് ലോ -d∅dt. സോ കറണ്ടിന്റെ ഡയറക്ഷൻ LC സർക്യൂട്ടിൽ ചേഞ്ച് ചെയ്യും. സോ അഗെയിൻ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. അഗെയിൻ കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യും. ബട്ട് ഇൻ ദി സൈക്കിൾ
സെക്കൻഡ് സൈക്കിൾ അല്ലെങ്കിൽ ഈ സൈക്കിളിന്റെ രണ്ടാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യും? പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അഗെയിൻ ഈ പിന്നെയും കറണ്ട്, ഇത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞിട്ട് അഗെയിൻ വെൻ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്, ഓക്കെ, അഗെയിൻ എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വിൽ ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് കോയിൽ. അല്ലെങ്കിൽ ഈ L1 എന്ന ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? അഗെയിൻ ഒരു ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷേ ഈ പ്രാവശ്യം ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ പക്ഷേ ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡ്യൂ ടു ദിസ് മ്യൂച്വൽ ഇൻഡക്ഷൻ അഗെയിൻ L3 എന്ന് പറയുന്ന ഇൻഡക്ടറിൽ എന്ത് സംഭവിക്കും? അഗെയിൻ there will be a change in the magnetic flux associated with L3. L3 എന്ന ഇൻഡക്ടറിലും മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അത് അഗെയിൻ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം EMF ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ? പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. ആൻഡ് ദിസ് വിൽ ഹാപ്പൻ ആസ് എ സൈക്കിൾ. ഇതൊരു സൈക്കിളായിട്ട് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് പൊളാരിറ്റി ആദ്യം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ അക്രോസ് ഇതൊരു രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. ഇതൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ്. ദിസ് ഈസ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. സോ ആദ്യം പൊളാരിറ്റി എന്തായിരുന്നു? പ്ലസ് ആൻഡ് മൈനസ്. സോ എന്ത് ചെയ്യും? ഇതിന്റെ മെക്കാനിക്കൽ ആക്സിസിൽ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. കൺസിഡർ ദാറ്റ് ഈസ് ഔട്ട്വാർഡ് ഫോഴ്സ്. ഒരു കംപ്രഷൻ, ഒരു ഇലോങ്ങേഷൻ ഫീൽ ചെയ്യും. ഒരു ടൈം ഇന്റർവെൽ കഴിയുമ്പം ടാങ്ക് സർക്യൂട്ട് ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അക്രോസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലും അതിനെ ഫീൽ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പൊളാരിറ്റിയും ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിന്റെ ഡയറക്ഷൻ മാറി. അഗെയിൻ വി ക്യാൻ ഫീൽ കംപ്രഷൻ. സോ ഈ ഒരു ടാങ്ക് സർക്യൂട്ടിൽ ഡ്യൂ ടു ദിസ് ബാക്ക് EMF ആൻഡ് സെൽഫ് ഇൻഡക്ടൻസ് ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ റിഫ്ലക്ട് ചെയ്യും. സോ ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണോ, ഇത് ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണോ അതേ ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ how many times this polarity change in a second, അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഇലോങ്ങേറ്റ് ചെയ്യും, കംപ്രസ് ചെയ്യും. ദിസ് ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി വിത്ത് എ ഹയർ ഫ്രീക്വൻസി. സോ ഇത് വിത്ത് ഹയർ ഫ്രീക്വൻസി ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ നടക്കുമ്പം ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾസ്, എയർ ആണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിൽ, ഏത് പാർട്ടിക്കിൾസ് ആണോ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ചുറ്റുമുള്ളത് അതും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതെന്താ? ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ ഒരു റിപ്പീറ്റേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ഓസിലേഷൻസ് ആയിട്ട് കണക്കാൻ പറ്റും. സോ ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ ആണ്. സോ അതിന് ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ മെക്കാനിക്കൽ ഓസിലേഷൻസ് കാരണം അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ മീഡിയം. ഏത് മീഡിയത്തിലാണോ ഈ ഹാർട്ട്ലി ഓസിലേറ്റർ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരു പോയിന്റും കൂടി ഉണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പോയിന്റും കൂടി. ഈ ജസ്റ്റ് എൽ സി ഓസിലേറ്റർ അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് യൂസ് ചെയ്ത് ഇത് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക മാത്രമല്ല, വി ക്യാൻ വേരി ദ കപ്പാസിറ്റർ. നമ്മൾ ഈ കപ്പാസിറ്റൻസ് വേരി ചെയ്ത്, ദാറ്റ് മീൻസ് ഒരു എൽ സി ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π√LC. സോ mu is equal to 1/2π√LC. L എന്ന് പറയുന്നത് L1ന്റെ ഇൻഡക്ടൻസ്, സെൽഫ് ഇൻഡക്ടൻസ്. C എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. സോ mu is equal to 1/2π√LC. സോ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദിസ് ഓസിലേഷൻസ് ഈസ് ഇൻ റെസോണൻസ്. എന്താ റെസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് അതിൻ്റെതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് ഇൻ ഓസിലേഷൻസ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ പൊളാരിറ്റി ചേഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസി, പൊളാരിറ്റി ചേഞ്ചിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ടാങ്ക് സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓസിലേഷന്റെ ഫ്രീക്വൻസിയാണ്. സോ ദ ഫ്രീക്വൻസി ഓഫ് ദിസ് LC സർക്യൂട്ട് ഈസ്, or if we make this frequency of LC circuit is same as the natural frequency of this piezoelectric crystal. So ഈ ഒരു LC സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് സെയിം ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ ഈസ് ഇൻ റെസോണൻസ്. ഇത് റെസോണൻസിലാണെന്ന് പറയാൻ പറ്റും. സോ റെസോണൻസിലാണെങ്കിൽ എന്താ പ്രത്യേകത? അറ്റ് റെസോണൻസ് ദിസ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ will oscillate with maximum amplitude. റെസോണൻസിന്റെ പ്രത്യേകത എന്താ? അറ്റ് റെസോണൻസ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും. സോ അൾട്രാസോണിക് വേവ്സ് വിത്ത് ഹൈ ആക്യുറസി അല്ലെങ്കിൽ ഹൈ എനർജിയുള്ള അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും.
സോ ലാസ്റ്റ് പോയിന്റ് ഈസ് എന്താണ് L2 എന്ന് പറയുന്ന ഇൻഡക്ടറിന്റെ ഉപയോഗം എന്താണ്? L2 എന്ന് പറയുന്ന ഇൻഡക്ടറിന്റെ ഉപയോഗം മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ പഠിച്ച അതേ ഉപയോഗം തന്നെയാണ്. സോ ദർ വിൽ ബി എ ചേഞ്ച്. നമ്മൾ പറഞ്ഞു L3 എന്ന് പറയുന്ന ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ചേഞ്ച് വരും. ഈ ഒരു ഇൻഡക്ടറിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ചേഞ്ച് വരുമ്പോൾ ആൻഡ് ഇത് രണ്ടും ഈ L2 എന്ന ഇൻഡക്ടറും L3 എന്ന ഇൻഡക്ടറും എന്താണ് കപ്പിൾഡ് ആണ്, അല്ലെങ്കിൽ എടുത്തടുത്ത് ഇൻഡക്ടർ പ്ലേസ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ഇസ് കപ്പിൾഡ്. സോ എന്ത് ചെയ്യും, ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിലും ഒരു ചേഞ്ച് വരും. ഇവിടെ ചേഞ്ച് വരുമ്പോൾ ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ടൻസ്, the magnetic flux or magnetic field associated with L2 also changed when L3 എന്ന് പറഞ്ഞ ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വരുമ്പോൾ അത് L2യെയും എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ L2ന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് വിൽ ഇൻഡ്യൂസ് ആൻ EMF, ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും ഈ ഒരു സർക്യൂട്ടിൽ. ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. ഇത് NPN ട്രാൻസിസ്റ്റർ ഇതൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. സോ എന്ത് ചെയ്യും, ഈ കറണ്ട് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഫെഡ് ബാക്ക് ചെയ്യും. സോ എന്ത് ചെയ്യും, ബേസിൽ നിന്ന് കറക്ടറിലേക്ക് മൂവ് ചെയ്യും. സോ എഗെയിൻ ഈ കറണ്ട് എന്ത് ചെയ്യും, LC സർക്യൂട്ടിലേക്ക് തിരിച്ചെത്തും. സോ എഗെയിൻ ഓസിലേറ്റ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസ് കാരണം എഗെയിൻ ദ EMF ഓർ ദി കറണ്ട് ഇസ് ഫെഡ് ബാക്ക് ടു LC സർക്യൂട്ട്. സോ ഈ ഓസിലേഷനിലെ എനർജി എന്താണ്, സസ്റ്റൈനബിൾ ആണ്. ഇത് എവിടെയും ലോസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എഗെയിൻ ഈ സിഗ്നൽ അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ വൺ പാർട്ട് ഓഫ് കറണ്ട് ഈസ് ഫെഡ് ബാക്ക് ബൈ ആൻ NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഈ ഓസിലേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിന്റെ ഒരു പാർട്ട് വീണ്ടും ഈ ടാങ്ക് സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ LC സർക്യൂട്ടിലേക്ക് വി ആർ ഫീഡിങ് ബാക്ക്, ഓർ വി ക്യാൻ സേ ദിസ് ഇസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. സോ നിങ്ങൾ ഇലക്ട്രോണിക്സ് അത്ര അറിയുന്ന ആൾക്കാരല്ലെങ്കിൽ അത് കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. ഇത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഇവിടെ അഗെയിൻ ഇത് ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ടൻസ് കാരണം അഗെയിൻ ഈ NPN ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഇത് ഫീഡ്ബാക്ക് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതി എന്താണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, എന്താണ് ആംപ്ലിഫയർ എന്നൊക്കെ. സോ ദിസ് വാസ് ദ ബേസിക് ഓഫ് എ പീസോഇലക്ട്രിക് ഓസിലേറ്റർ. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. അഗെയിൻ ഇഫ് യു ഡ്രോ a wave pattern, ഇപ്പൊ ഞാനൊരു ക്രിസ്റ്റൽ പറഞ്ഞു, ഐ എം ഷോയിങ് ഞാനൊരു ക്വാർട്സ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ വരച്ചു. Again these oscillations happens like this. നമ്മളിവിടെ ഒരു കറണ്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ്, ഒരു മെക്കാനിക്കൽ ആക്സിസ് ഓസിലേറ്റ് ചെയ്യും. അതായത് ഇത് കറണ്ട് പ്ലസ് പൊളാരിറ്റി അപ്ലൈ ചെയ്തു. സോ ഇത് അൾട്ടർനേറ്റിംഗ് പൊളാരിറ്റി ആണെങ്കിൽ എന്ത് ചെയ്തു, പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യും, മെക്കാനിക്കൽ ആക്സിസിൽ ഓസിലേറ്റ് ചെയ്യും, ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ. സോ നമ്മളൊരു വേവ് പാറ്റേൺ വരയ്ക്കുകയാണ്. ഇഫ് ഐ ഡ്രോ എ വേവ് പാറ്റേൺ, ഒരു വേവ് പാറ്റേൺ വരയ്ക്കുകയാണ് ഇൻ ഫോർ ദിസ് ക്രിസ്റ്റൽ, വി ക്യാൻ ഡ്രോ എ വേവ് പാറ്റേൺ ആസ് ദിസ്. അതായത് ഫിക്സ്ഡ് പൊസിഷൻ. ഈ ഫിക്സ്ഡ് പൊസിഷനിൽ എന്താണ്, ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിരിക്കും. ഈ ഒരു മെക്കാനിക്കൽ ആക്സിസിൽ നമുക്കറിയാം ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. സോ ഇതൊരു വേവ് റെപ്രസെന്റേഷൻ ആണ്. സോ ഒരു പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ വേവ് റെപ്രസെന്റേഷൻ ആണ്. ഇതെങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു ആൻഡ് ദിസ്, ഈ ഒരു പാർട്ടിനെ, ഓസിലേറ്റ് ചെയ്യാത്ത പാർട്ടിനെ, അതായത് പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന് പകരം അവിടെ ഒരു സ്ട്രിങ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലാബിൽ യൂസ് ചെയ്ത മെൽസ് എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത സ്ട്രിങ് ആണെന്ന് അസ്യൂം ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന ലൂപ്പ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും, ദിസ് ഈസ് നോഡ് ആൻഡ് ദ പാർട്ട് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇസ് ആന്റി നോഡ് ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത്. ഇതാണ് ഈ പീസോഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഈസ് ദിസ്, ഇതെന്ന് പറയുന്നത് എന്താ, ദിസ് ഈസ് ദ ഹാഫ് ഓഫ് എ വേവ്. സോ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താ, വേവിന്റെ പകുതിയാണ്. ഇതാണ് കംപ്ലീറ്റ് ലാംഡ. എങ്കിൽ ഈ ചെറിയൊരു പാർട്ട് എന്താ, ദിസ് സ്മോൾ പാർട്ട് ഈസ് ലാംഡ ബൈ 2. സോ വി ക്യാൻ സേ L is equal to lambda by 2 or lambda is equal to 2L. മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ ചെയ്ത പോലെ ലാംഡ is equal to 2L. നമുക്കറിയാവുന്ന കാര്യം, if what is the velocity of wave propagating through
എ ക്രിസ്റ്റൽ, ഒരു ക്രിസ്റ്റലിൽ കൂടി അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ കൂടി അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരുന്നു? വെലോസിറ്റി ഈസ് ഗിവൺ as ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ ബൈ റോ. അതിൽ y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y is the Young's modulus of that material. ആ മെറ്റീരിയലിന്റെ Young's modulus and rho is the density of that material. ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി. And also we know that velocity of wave, അത് അൾട്രാസോണിക് വേവ് ആയിക്കോട്ടെ, സൗണ്ട് വേവ് ആയിക്കോട്ടെ, ഈവൻ ലൈറ്റ് വേവ് ആയിക്കോട്ടെ, വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ഈസ് mu into lambda, or velocity of wave is equal to mu into ലാംഡയ്ക്ക് വരെ നമുക്ക് എന്തെഴുതാൻ പറ്റും ഈ ഒരു കേസിൽ? 2L. So mu into 2L. That means mu is equal to 1 by 2L into velocity. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റൂലേ? mu is equal to mu, frequency mu is equal to 1 by 2L into v. Velocity ക്ക് പകരം ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So the equation becomes mu, frequency, fundamental frequency of this piezoelectric crystal is given as 1 by 2L. v ക്ക് പകരം velocity ക്ക് പകരം root of y by rho. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂളിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം പറഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അക്കോസ്റ്റിക്സ് എന്ന പാർട്ടിൽ മെയിൻ പ്രോബ്ലം എന്താ ചോദിച്ചത്? ഒരു അക്കോസ്റ്റിക്, ഒരു ബിൽഡിങ്ങിന്റെ അക്കോസ്റ്റിക്സ് ഡയമെൻഷൻസ് വന്നു, അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് വന്നു, റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഈ ഒരു കേസിൽ മിക്കവാറും കൂടുതൽ സമയവും അല്ലെങ്കിൽ മിക്ക എക്സാമിനും ചോദിക്കാറുള്ളത് ഒരു ക്രിസ്റ്റൽ തന്നു, അതിന്റെ യങ്സ് മോഡുലസ് ഡെൻസിറ്റി തന്നു, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാൻ പറയും, ലെങ്ത്, അതിന്റെ ഡയമെൻഷൻ ലെങ്ത് തന്നിട്ട്. അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ട് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തരും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫ്രീക്വൻസി, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ട് ലെങ്ത്. ഇത്ര ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉള്ള ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് എത്ര സൈസ് ഉണ്ടാവണം? അതായിരിക്കും ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ഇക്വേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോട്ട് ചെയ്ത് എഴുതാം. സോ ആദ്യം എന്ത് എഴുതാം? നമ്മളൊരു വേവ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ കേസിൽ നമ്മൾ അതിനെ ഒരു വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട്. ഇതൊരു ആക്ച്വലി ദിസ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നിങ്ങൾക്ക് അറിയാം കംപ്രഷൻ ആൻഡ് ഇലോങ്ങേഷൻ ആണ് നടക്കുന്നത്. പക്ഷെ ഇത് നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇതിന്റെ മെക്കാനിക്കൽ ആക്സിസിൽ വൈബ്രേഷൻസ് നടക്കുന്നില്ല, ഇലക്ട്രിക്കൽ ആക്സിസിന്റെ എൻസിൽ വൈബ്രേഷൻസ് നടക്കുന്നില്ല. സോ വി ക്യാൻ, അത് നോഡാണ്. അറ്റ് സെന്റർ മെക്കാനിക്കൽ ആക്സിസിലാണ് വൈബ്രേഷൻസ് നടക്കുന്നത്. സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇത് ആന്റി നോഡ്. സോ നമുക്ക് λ/2 എന്ന് പറയുന്നത് എന്താ? ആ ക്രിസ്റ്റലിന്റെ സൈസ് L. സോ L is equal to λ/2 അല്ലെങ്കിൽ λ2L. അത് ഇക്വേഷൻ നമ്പർ 1. നൗ വെലോസിറ്റി, ഒരു മെറ്റീരിയൽ കൂടി ഉള്ള അൾട്രാസോണിക് വേവ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി is v is equal to y by rho. y യങ്സ് മോഡുലസും റോ ഡെൻസിറ്റി ആണ്. സോ ദിസ് ഇക്വേഷൻ നമ്പർ 2. നൗ വെലോസിറ്റി ഓഫ് വേവ്, ഇനി അൾട്രാസോണിക് വേവ് ആയിക്കോട്ടെ, ഒരു പാർട്ടിക്കിൾ എന്തിന്റെയും വെലോസിറ്റി, ഒരു വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. സോ v is equal to mu lambda. This is equation 3. സോ v is equal to mu lambda. ലാംഡയ്ക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാംഡയ്ക്ക് പകരം 2L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതിൽ നിന്ന് mu എന്ന് പറയുന്നത് എന്താ? 1 by 2L. 1 by 2L ഈ ലെഫ്റ്റ് സൈഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1 by 2L into v. വിക്ക് വരെ y by rho എഴുതി. അതാണ് v is equal to mu is equal to fundamental frequency equal to 1 by 2L root y by rho. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ. അതായത് അൾട്രാസോണിക് വേവ്സ് അപ് ടു 500 kHz ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. കൂടാതെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പോലെയല്ല ഈ ഒരു കേസിൽ സ്റ്റേബിളും സ്റ്റേഷനറി ആയിരിക്കും. അതായത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയുള്ള അൾട്രാസോണിക് വേവ്സ് നമുക്ക് ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻഡിപെൻഡന്റ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. കൂടാതെ എഫിഷ്യന്റ് ആൻഡ് റിലയബിൾ. മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ അല്ലെങ്കിൽ മറ്റ് കൺവെൻഷണൽ പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് എഫിഷ്യന്റ് ആൻഡ് റിലയബിൾ ആണ്. സം ഓഫ് ദി ഡിസ്അഡ്വാൻറ്റേജസ് ആർ പീസോഇലക്ട്രിക് ഓസിലേറ്റർ ഇസ് വെരി കോസ്റ്റ്ലി. ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ്. ആൻഡ് വർക്കിംഗ് ഈസ് നോട്ട് സിമ്പിൾ. വർക്കിംഗ് അത്ര സിമ്പിൾ അല്ല, കുറച്ച് കോംപ്ലക്സ് ആണ്. ആൻഡ് കട്ടിംഗ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് ക്രിസ്റ്റൽ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇത് ക്രിസ്റ്റലിന്റെ ഈ പറയുന്ന ഫെറോമാഗ്നറ്റിക് റോഡ് ഷേപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ക്രിസ്റ്റലിനെ ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ദാറ്റ് ഈസ് സം ഓഫ് ദി ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ. സോ ഒന്ന് ടെക്സ്റ്റിലെ പേജ് നമ്പർ 204 മുതൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും.
ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. One, two, three,